അസ്സലാമു അലൈക്കും. ഞാൻ സലീം കുടിഞ്ഞി. പ്രിയ കൂട്ടുകാരെ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നടത്തിയ ഒരു പ്രസ്താവന ഏറെ വലിയ വിവാദമാക്കിക്കൊണ്ടുള്ള ശ്രമത്തിലെ ചില ആളുകൾക്ക് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന് വ്യായാമം ചെയ്തതിനെക്കുറിച്ച്. അത് മതവിരുദ്ധമാണെന്നും മതവിശ്വാസികൾ ജാഗ്രത കാണിക്കണമെന്ന ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. വേണ്ടവർക്ക് ഉൾക്കൊള്ളാം, ഇല്ലാതെ തട്ടിക്കളയാം. മതപണ്ഡിതന്മാരാണ് മതവിധി പറയേണ്ടത്. അതവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല എന്ന് നോക്കിയിട്ടല്ല ഒരു മതവിധി പറയുന്നത്. ഇസ്ലാമിനോളം വ്യായാമത്തിന് പ്രാധാന്യം കൊടുത്ത വേറെ മതമാണ് ലോകത്തുള്ളത്. നിസ്കാരം തന്നെ ഏറ്റവും വലിയ വ്യായാമമാണ്. നോമ്പ് അതിലേക്കാളേറെ വലിയ വ്യായാമമാണ്. നമ്മളെ ഏഷ്യാനെറ്റ് വിഷയം ചർച്ചക്കെടുത്തുകൊണ്ട് കൊടുത്ത തലവാചകം നിങ്ങൾ ശ്രദ്ധിച്ചു. അവസ്ഥയിലെ ഫോട്ടോ കൊടുത്തത് ഏത് നൂറ്റാണ്ടിലേക്ക്. ഇത് കണ്ട സാധാരണക്കാരനായ എനിക്ക് തോന്നിയ സംശയം, നിങ്ങൾക്കും തോന്നാവുന്ന സംശയം, നമ്മളൊക്കെ ബസ് കയറി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് സെപ്പറേറ്റ് സീറ്റ്, പുരുഷന്മാർക്ക് സെപ്പറേറ്റ് സീറ്റ്. അറിയാതെ സ്ത്രീകളുടെ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിന് ഫൈന് വരും. സ്ത്രീകളൊന്ന് എണീറ്റ് കൊടുക്കേണ്ടി വരും. നമ്മൾ ബസ് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ ടോയ്ലറ്റ് സ്ത്രീകൾക്ക് വേറെ പുരുഷന്മാർക്ക് വേറെ. ഹോസ്പിറ്റലിൽ പോയാൽ സ്ത്രീകൾക്ക് വേറെ ടോയ്ലറ്റ്, വേറെ ഇരിപ്പിടം, പുരുഷന്മാർക്ക് വേറെ. അറിയാതെ സ്ത്രീകളെ ടോയ്ലറ്റ് പുരുഷന്മാർക്ക് കയറിയ വിഷയമാണ് അല്ലേ? അപ്പോൾ ഏസിനോട് പറയാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഇതൊക്കെ ഒന്ന് ചർച്ചക്കണം. ഇത് വളരെ പ്രാചീനമായ നിയമമാണ്. സ്ത്രീകൾക്ക് വേറെ ടോയ്ലറ്റ്, പുരുഷന്മാർക്ക് വേറെ ടോയ്ലറ്റ്, വേറെ ഇരിപ്പിടം. ഇതൊന്നും ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയതല്ല. ഇതൊക്കെ ചർച്ചക്കെടുത്തിട്ട് ഇതൊന്ന് മാറ്റണം. വേണ്ടേ? അത് നിങ്ങളൊന്ന് ഇടപെടിതിനൊക്കെ ഇതിനെക്കുറിച്ച് നിങ്ങൾ ചർച്ച നടത്തേണ്ടത്. ഇതൊക്കെ നമ്മൾ ഡെയിലി ദിവസം നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ദിവസം അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. അറിയാതെ സ്ത്രീകളെ ടോയ്ലറ്റ് പോയാൽ എന്താണ് അവസ്ഥ, എന്തെല്ലാം പ്രശ്നങ്ങൾ കുലിമാലുണ്ടോ അതുകൊണ്ടൊക്കെ. അപ്പോൾ നിങ്ങൾ ഇടപെട്ട് ഇതൊന്ന് പരിഹരിക്കണം കേട്ടോ. അത് നിങ്ങൾ പറയാനുള്ളൂ. ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന ആചാരങ്ങൾ ഇത് നിങ്ങൾ കാണാറില്ലേ? ഇതൊക്കെ നിങ്ങൾ മൂലം പാലിക്കണം. അപ്പോൾ മതപണ്ഡിതന്മാരെ നേരെ കുതിരാൻ നിൽക്കണ്ട. അവർ മതവിധി പറയും. അത് ഉൾക്കൊള്ളാം, ഇല്ലാത്ത തട്ടിക്കളയാം. മതവിശ്വാസികളോട് അവർ പറയുന്നത് അവരുടെ കർത്തവ്യമാണ്. ഓക്കെ.